ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ 17-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ പഞ്ചമസ്കന്ധേ സപ്തദശോऽധ്യായം. ശ്രീശുക ഉവാച. തത്ര ഭഗവത സാക്ഷാത് യജ്ഞലിംഗസ്യ വിഷ്ണോർവിക്രമതോ വാമപാദാങ്കുഷ്ട നഖ നിർഭിന്നോർധ്വാണ്ഡകടാഹ വിവരേണ അന്തഃപ്രവിഷ്ട യാ ബാഹ്യജലധാരാ തച്ചരണ പങ്കജാവനേജനാരുണ കിഞ്ചൽകോപരഞ്ജിതാഖില ജഗദഖമലാപഹോപസ്പർശ മലാഹ ഉപസ്പർശ ജഗദഖമലാപഹോപസ്പർശനാമല സാക്ഷാത് ഭഗവത്പദീതി അനുപലക്ഷിത വചോഭിധീയമാനാതി മഹതാ കാലേന യുഗസഹസ്രോപലക്ഷണേന ദിവോ മൂർധന്യവതതാരാം. തത്ര ഭഗവത സാക്ഷാത് യജ്ഞലിംഗസ്യ വിഷ്ണോ അത്രയേ ഉള്ളൂ. വിഷ്ണോർന്ന് വായിച്ച് പോകണമെങ്കിൽ അങ്ങനെ വായിക്കാം. വിഷ്ണോഹ എന്ന വാക്ക്. വിക്രമതോ എന്ന് തന്നെ പറയാം. വിക്രമതഹയാണത് കേട്ടോ. വിക്രമതോ വാമപാദ അങ്കുഷ്ട നഖ. വാമം എന്ന് പറഞ്ഞാൽ ഇടത്ത്. വാമപാദ അങ്കുഷ്ട നഖ, കാലിലെ പെരുവിരലിൻ്റെ നഖത്താൽ. നിർഭിന്ന ഊർധ്വ അണ്ഡകടാഹ വിവരേണ. നിർഭിന്ന കഴിഞ്ഞിട്ട് ഊർധ്വ അണ്ഡകടാഹ. നിർഭിന്ന കഴിഞ്ഞ് നിർത്തിക്കോ നിങ്ങൾ വായിക്കുമ്പോൾ. വാമപാദ അങ്കുഷ്ട നഖഭിന്ന ഊർധ്വ. മനസ്സിലെഴുതിയല്ലോ, അവിടെ കോമായിട്ടാൽ മതി. നിർഭിന്ന ഊർധ്വ, നിർഭിന്ന വരെ നിർത്തുക, അതാ നല്ലത്. വിക്രമതോ വാമപാദ അങ്കുഷ്ട നിർഭിന്ന എന്നിട്ട് കോമ ഇട്ടിട്ട് ഇന്നോ എന്നുള്ളത് വെട്ടുക. ഇന്നോയുടെ സൈൻ വെട്ടുക. നിർഭിന്ന എന്നാക്കിയിട്ട് ഊർധ്വ അണ്ഡകടാഹ വിവരേണ. അവിടെ വരെ വായിക്കണം ഉണ്ടോ. ഊർധ്വ അണ്ഡകടാഹ വിവരേണ. പിന്നെ നായുടെ ദീർഘം വേണ്ടിയിട്ട് അന്തഃപ്രവിഷ്ട യാ ബാഹ്യജലധാര തച്ചരണ പങ്കജ. അവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കാനുണ്ട്, കാരണം ഇച്ചിരി പിരിക്കണം. അണ്ഡകടാഹ വിവരേണ അവിടം വരെ. അണ്ഡകടാഹ വിവരേണ അന്തഃപ്രവിഷ്ട അകത്ത് പ്രവേശിച്ചിട്ട് യാ ബാഹ്യജലധാര തച്ചരണ പങ്കജാവനേജന അരുണകിഞ്ചൽക്ക പങ്കജാവനേജന അരുണകിഞ്ചൽക്ക ഉപരഞ്ജിതാഖില അഖില ജഗദഖമലാപഹോപസ്പർശനാമല. അതൊറ്റ വാക്കായിട്ട് പറയണം. അഖില തൊട്ട് അഖില ജഗദഖം, അഖം പാപം, ജഗദഖം അഖമലാപഹോപസ്പർശനാമല. പാപങ്ങളെ നശിപ്പിക്കുന്നതായ സ്പർശനങ്ങൾ കൂടിയതും. സാക്ഷാൽ ഭഗവതി ഇതി, ഭഗവാന്റെ കാലിൽ നിന്ന് പുറപ്പെട്ടതുമായ അനുപലക്ഷിത വചോഭിധീയമാന. അനുപലക്ഷിത സാക്ഷാത് ഭഗവത് പദീതി, ഭഗവത് പദത്തിൽ നിന്ന്. ഭഗവത് പദ ഇതി, ഭഗവത്
ഭഗവത് പതി ഇതി. അതാണ് ഭഗവത് പതി ഇതിയാണ് ഭഗവത് പതിയിൽ നിന്ന്, ഭഗവൻ്റെ പാദത്തിൽ നിന്ന്. അതല്ല, അതിന് അവിടെ ഗ്രാമറിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ ഭഗവത് പതി എന്ന് പറഞ്ഞത്. പദം എന്ന് പറയാതെ ഭഗവത് പതീതി അനുപലക്ഷിത വചോഭിധീയ മാനാതി അനുപലക്ഷിത വചോഭിധീയമാന. ധീയമാന അവിടെ ഒന്ന് നിർത്തണം. ധീയമാന അതിമഹത കാലേന യുഗ സഹസ്രോപലക്ഷണേന ദിവോ മൂർധനി അവതതാര. മൂർധനി അവതതാര. യുഗസഹസ്രോപലക്ഷണേന മഹത ദിവമൂർധനി അവതതാര. ഒന്നുകൂടെ വായിച്ചേക്കാമേ. തത്ര ഭഗവത സാക്ഷാത് യജ്ഞലിംഗസ്യ വിഷ്ണോർ വിക്രമതോ വാമപാദ അങ്കുഷ്ട നഖഭിന്ന ഊർധ്വകണ്ഠ. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? വാമപാദ അങ്കുഷ്ട നഖനിർഭിന്ന. അവിടം വരെ വായിക്കാവുന്നല്ലേ? വാമപാദ അങ്കുഷ്ട നഖനിർഭിന്ന. വാമപാദ അങ്കുഷ്ട നഖനിർഭിന്ന ഊർധ്വ അണ്ഡകടാഹ വിവരേണാന്തപ്രവിഷ്ട യാ ബാഹ്യജലധാര തച്ചരണ പങ്കജാവനേജന അരുണ കിഞ്ചൽക്കോപരഞ്ജിതാഖില ജഗദഖമലാപഹോപസ്പർശനാമല. സാക്ഷാത് ഭഗവത് പദീതി അനുപലക്ഷിതവചോഭിധീയമാന അതിമഹത കാലേന യുഗസഹസ്രോപലക്ഷണേന ദിവോ മൂർധന്യ അവതതാര. എല്ലാ വാക്കും കിട്ടിയല്ലോ. അതായത് ആ ഒരു വാക്കാണ് പിരിക്കാൻ ഇച്ചിരി പാട്. വാമപാദ അങ്കുഷ്ട നഖനിർഭിന്ന എന്ന് വരെ നിർത്തുക. നഖനിർഭിന്ന ഊർധ്വ അണ്ഡകടാഹ വിവരേണാന്തപ്രവിഷ്ട യാ ബാഹ്യജലധാര തച്ചരണ പങ്കജാവനേജന അരുണ കിഞ്ചൽക്കോപരഞ്ജിതാഖില ജഗദഖമലാപഹോപസ്പർശനാമല. അവിടെ നിർത്തേണ്ടത് ഞാൻ എവിടെയാണ് പറഞ്ഞതെന്ന് എനിക്കത് അറിയുന്നൂടാ. പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അഖില ആണ് പറഞ്ഞു. ഭഗവതി ഇതി അനുപലക്ഷിത വചോഭിധീയമാന. അവിടെയാണ് നിർത്തേണ്ടത് അല്ലേ? അങ്ങനെ ധീയമാന. അത്രയൊന്നും നമ്മൾ പഠിച്ചെടുത്താൽ പിന്നെ നമുക്ക് വിഷമം ഇല്ലാതെ വായിക്കാം. പങ്കജാവനേജന തച്ചരണ പങ്കജാവനേജന അവിടം വരെ വായിച്ചിട്ട് അരുണ കിഞ്ചൽക്കോപരഞ്ജിത അഖില ജഗദഖമലാപഹോപസ്പർശനാമല. അവിടം വരെ ഇച്ചിരി നീളമുള്ളത് അത്രയേ ഉള്ളൂ. അത് ശ്രീ ശുഗഭഗവാൻ പറയുകയാണ്, മഹർഷി പറയുകയാണ്. ഗംഗയുടെ അവതരണവും വർഷത്തിൽ സാക്ഷാൽ പരമേശ്വരൻ സംഘർഷമൂർത്തിയെ ഉപാസിച്ചിരിക്കുന്നതുമായ ആ ഭാഗമാണ് പറഞ്ഞത്. അസുരന്മാരെ ജയിപ്പിക്കാൻ ആരംഭിച്ച് മഹാബലിയുടെ യജ്ഞശാലയിൽ വാമനമൂർത്തി പ്രത്യക്ഷപ്പെടുന്നതും വിഷ്ണുവിൻ്റെ വലത്ത് കാലുകൊണ്ട് ഭൂമിയെ ആക്രമിച്ച ശേഷം ഇടത്ത് കാല് ഉയർത്തിയപ്പോൾ അതാ പറഞ്ഞത് വാമ അങ്കുഷ്ട നഖത്താൽ പിളർക്കപ്പെട്ട ഉൾഭാഗത്തോടു കൂടിയ അണ്ഡകടാഹം അത് പൊട്ടിപ്പോയി. അങ്ങനെ ദ്വാരത്തിൽ ഉള്ളിൽ പ്രവേശിച്ച ജലധാര ആണ്. വളരെ എങ്ങനെയാണ് ഈ ഗംഗ വന്നതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് നമുക്ക്. ആ ഭഗവാന്റെ ഒരു കാലുകൊണ്ട് അളന്നു, അടുത്തത് ബലിയുടെ യജ്ഞവേദിയിൽ പ്രവേശിച്ചിട്ട് വിഷ്ണു വലത്ത് കാലുകൊണ്ട് ഭൂമിയെ അളന്ന് മാറ്റി ആക്രമിച്ച ശേഷം ഇടത്ത് കാല് ഉയർത്തിയപ്പോൾ ഇടത്ത് കാലിൻ്റെ നഖം കൊണ്ട് പിളർക്കപ്പെട്ട ഉപരിഭാഗത്തോടു കൂടിയ ആണ് ഈ അണ്ഡകടാഹം മുഴുവൻ. നമ്മൾ പറയില്ല അണ്ഡകടാഹം എന്ന്, നമ്മുടെ ഈ സ്പേസ് മുഴുവനും നമ്മളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആ വലിയ സ്പേസ്, അതിന് ആ ലോകങ്ങളുടെ അവിടുന്ന് ഒരു ജലധാര കാലം കൊണ്ട് സ്വർഗത്തിലേക്ക് അവതരിച്ചു. അതുകൊണ്ട് വിഷ്ണുപാദത്തിൽ നിന്ന് പുറപ്പെടുന്നതെന്ന് പറയുന്നത്. വിഷ്ണുപാദ എന്നൊരു പേര് ഗംഗാനദിക്കുണ്ട്. ആ ജലത്തിന് ലോകങ്ങളുടെ അന്തരവും വെളിയിലുള്ളതും അകത്തുള്ളതും എല്ലാത്തിനെയും പരിശുദ്ധമാക്കുവാനുള്ള ഒരു
പ്രാധാന്യമുണ്ട്. ഭഗവാൻ എന്തുകൊണ്ടാണ് ഭഗവാന്റെ പാദ താമരപ്പൂ പോലെയുള്ള ആ പാദത്തിൻ്റെ നിന്നാണത് ആ സ്പർശം നിമിത്തം ആ ഗംഗാനദിക്ക് സിദ്ധിച്ചിരിക്കുന്നു. ഭഗവാന്റെ ആ കുങ്കുമമാകുന്ന കിഞ്ചൽക്കത്തിൻ്റെ സ്പർശനം നിമിത്തം ജലത്തെ സേവിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്നവർക്ക് സകല പാപങ്ങളും തരും. ഭഗവാന്റെ വിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഗംഗാനദി. എവിടെ നിന്ന്? സ്വർഗത്തിൽ. അവിടെ നിന്ന് താഴേക്ക് പതിച്ചതാണ് ശിവൻ്റെ ജടയിലേക്ക്. ഗംഗാനദിയുടെ പുറപ്പാട് അങ്ങനെയാണ്. അപ്പം സകല ദേവന്മാരെയും ത്രിമൂർത്തികളിൽ 2 പേർക്കും പ്രാധാന്യമുള്ളതാണ് ഈ ഗംഗാനദി. ഗംഗയായിട്ട് അവിടെ ഒന്ന് തടഞ്ഞു നിർത്തി. അല്ലെങ്കിൽ ആ സ്വർഗത്തിൽ നിന്ന് ഭഗവാന്റെ കാലിൽ സ്പർശിച്ച് ഭൂമിയിലോട്ട് വീഴുന്ന ആ ഗംഗയെ താങ്ങാനുള്ള ശക്തി ഭൂമിക്കില്ല. ഭൂമി വീണ്ടും പിടർന്ന് താഴോട്ട് പോകും, സമുദ്രത്തിലോട്ട് അങ്ങ് മറഞ്ഞു പോകും. അതുകൊണ്ട് ഭഗവാനോട് ജടയൊന്നഴിച്ചിടാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഞാനത് താങ്ങിക്കോളാമെന്ന്. ഏത്? പരമേശ്വരൻ. ആ പരമേശ്വരൻ്റെ തലയിലോട്ട് വന്നിട്ട് അതിലകത്തുനിന്ന് കുറേശ്ശെയായിട്ട് വിട്ടതാണ് ആ ഗംഗാനദി. അതുകൊണ്ടാണ് ഭഗവാന്റെ മഹാദേവൻ്റെ ശിരസിൽ ഗംഗയുണ്ട് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, ഗംഗാനദി മഹാദേവൻ്റെ തലയിൽ നിന്നാണ്. പക്ഷേ മഹാദേവൻ്റെ തലയിൽ നിന്ന് വരുന്നതിന് മുമ്പേ, ശിരസിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ വിഷ്ണുവിൻ്റെ പാദത്തിങ്കിൽ നിന്ന് പുറപ്പെട്ടതാണ്. കാരണം വിഷ്ണു പാദ എന്നൊരു പേര് ഗംഗയ്ക്കുണ്ടായത് നിങ്ങൾ മനസ്സിലാക്കിക്കോണേ. ഇതൊക്കെ ഒരു പൊതുവായുള്ള നമ്മുടെ ഒരു പൊതുവിജ്ഞാനമാണ്. ഗംഗയെക്കുറിച്ചുള്ളൊരു പൊതുവിജ്ഞാനമാണെന്ന് കരുതിയാൽ മതി. അതിന് പേര് പലതുണ്ട്. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ഭഗവത് പതി എന്നൊരു പേര് കിട്ടി. ഭാഗീരഥി, അത് ഭഗീരഥൻ അവിടുന്ന് വിഷ്ണു ലോകത്തിൽ നിന്ന് താഴോട്ട് കൊണ്ടുവന്നപ്പോഴാണ് ശിവൻ്റെ ആവശ്യം വന്നത്, മഹാദേവൻ്റെ ആവശ്യം വന്നത്. കാരണം കൊണ്ടുവരാൻ ഞാൻ വരാം എന്ന് ഗംഗാദേവി പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ഭൂമി കാണുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ വന്ന് വീഴുമ്പോൾ. അപ്പോൾ അതിനൊരു തടസ്സത്തിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഗംഗാദേവിക്ക് ഒരുപാട് പേരുണ്ട്. ഭാഗീരഥി, ഗംഗ എന്നിങ്ങനെയുള്ള പേരുകളുമുണ്ട്. അതുപോലെ ഓരോ കാരണങ്ങൾ നിമിത്തം ആ ഓരോ നാമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഭഗവത് പതി എന്നുള്ള ആ പേര് സാക്ഷാത്തായ ഭഗവാന്റെ പാദസ്പർശം നിമിത്തം സിദ്ധിച്ച ഒരു പ്രത്യേക പേരാണ്. പിന്നെ ഭഗവത് പാദസ്പർശജന്യമായ മഹിമ നിമിത്തം ഗംഗയ്ക്ക് ഒരു കാലത്തും ഗംഗാനദിക്ക് കളങ്കം പറ്റില്ല. കളങ്കം എന്ന് വെച്ചാൽ അറിയാമല്ലോ, മലിനമാകുകയില്ല. മലിനമാക്കുന്നു പറഞ്ഞാലും അത് സ്പഷ്ടമായിട്ട് എനിക്കറിയാം. കാരണം ഞങ്ങൾ പല പ്രാവശ്യം ഗംഗാനദി ഇങ്ങനെ യാത്ര പോയപ്പോഴൊക്കെ ഗംഗാജലം കൊണ്ടുവന്നിട്ടുണ്ട്. തെളിഞ്ഞ ജലമൊക്കെ കിട്ടുന്നതായിരിക്കും എന്ന് നമ്മൾ ഓർക്കും. ഇവിടെ കുപ്പിക്കകത്തൊക്കെ അവിടെ കിട്ടും. അതവിടെ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ എടുത്തു കൊണ്ടുവരികയും ചെയ്യാം. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഗംഗാനദിയിൽ നിന്ന് വെള്ളം, കാശിയിലെ ഗംഗ, അവിടുന്ന് ഞങ്ങൾ ചുമ്മാ നമ്മൾ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ വെള്ളം പോലെയുള്ള നമുക്ക് മുക്കിയെടുക്കാം. അപ്പോൾ അവർ അവിടുന്ന് മുക്കി തിന്നു. ഇച്ചിരി കലങ്ങി മറിഞ്ഞതായിരുന്നു. അവിടെ എനിക്കൊന്ന് മഴയൊക്കെ പെയ്തിട്ട് കലങ്ങി മറിഞ്ഞപ്പോൾ ഗംഗ, അപ്പോൾ അവർ പോയവർ സ്ഥിരം പോകുന്നവർക്കൊക്കെ അറിയാമല്ലോ, ഗൈഡുകൾ പറഞ്ഞു. സുരേട്ടൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്, ഞാൻ 2 പ്രാവശ്യമേ എനിക്ക് തോന്നുന്നു ഗംഗാനദിയിൽ കുളിച്ചിട്ടുള്ളൂ. അപ്പം സുരേട്ടൻ പറഞ്ഞു, ഇത്രയും ഇങ്ങനെ കലങ്ങി കണ്ടിട്ടില്ല, ഈ ഗംഗാനദി കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും ആവശ്യാനുസരണം വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെ എല്ലാവരും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ വെള്ളയൊന്നും കൊടുക്കണ്ട, നമുക്ക് ഗംഗാനദിയിൽ നിന്ന് നേരിട്ട് വെള്ളം എടുക്കാം. ഞാനങ്ങൾ എടുത്തപ്പോൾ നമുക്കറിയാം വെള്ളം നല്ല കുപ്പിക്കകത്തില്ലേ നമ്മൾ എടുക്കുന്നത്. ആ കുപ്പിക്കകത്ത് ഈ കലങ്ങിയ പോലത്തെ വെള്ളമായിരിക്കുന്നത്. അപ്പോൾ ആ ഗൈഡ് പറഞ്ഞു, ഇത് കൊണ്ടുപോയി വീട്ടിൽ വെച്ചാൽ അപ്പം നമുക്ക് കിട്ടിയ ഈ ഗംഗാജലം ഒന്നും ഇങ്ങനത്തെ അല്ല, അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്നതൊക്കെ ഇതുപോലത്തെ അല്ല, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചോളൂ. ഒരാഴ്ച കൊണ്ട്, ഒരാഴ്ചയല്ല 1-2 ദിവസം കൊണ്ട് ഇതിനകത്ത് ഇതെല്ലാം അടിയും. എന്തെങ്കിലും ചെളി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചെളിമയം ഉണ്ടെങ്കിൽ അതങ്ങ് അടിയും. അത് കഴിഞ്ഞിട്ടത് ഊറ്റി വേറെ പാത്രത്തിലോട്ട് എടുത്ത് വെച്ചാൽ മതിയെന്ന്. അന്ന് ഇപ്പോൾ 1 വർഷമായെന്ന് തോന്നുന്നു ഞങ്ങൾ പോയിട്ട് വന്ന്. അതെ, ഓണത്തിൻ്റെ സമയത്താണ് കഴിഞ്ഞ വർഷം പോയത്. അപ്പോൾ കൊണ്ടുവന്നിട്ട് നല്ല ശുദ്ധമായ ജലമാണ് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ഒരു കളങ്കവും അതിനില്ല. നല്ല സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളമാണ്. ആ കലങ്ങി വന്നപ്പോൾ അത് അഴുക്കായിരുന്നു, പക്ഷേ ഒരിക്കലും അതിന് കളങ്കമായിട്ടില്ല. നമുക്കങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ വേറെ വെള്ളമൊന്നും പറ്റില്ല. അതിനെല്ലാം മിനറൽസിനൊക്കെ വ്യത്യാസം വരും. പിന്നെ ഒഴിക്കുന്ന പാത്രത്തിൻ്റെ കാര്യമുണ്ട് കേട്ടോ, അതിൽ പ്രധാനമാണ്. പറഞ്ഞതേ ഉള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ. അതുകൊണ്ട്
അണ്ടകടാഹത്തിൽ നിന്ന് സ്വർഗലോകത്തേക്ക് എത്തുവാൻ കുറേ നാൾ വേണ്ടി വന്നു. അതും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചതുർയുഗ കാലം വേണ്ടി വന്നെന്നാണ് പറയുന്നത് അവിടെയോട്ട് എത്താൻ. ആ ഭാഗമാണ് മഹിമ നിമിത്തം ഗംഗയ്ക്ക് കളങ്കം അണ്ടകടാഹത്തിൽ നിന്ന് എന്നുള്ളതാണ് നമ്മൾ വായിച്ച ആ ഭാഗം. ഇച്ചിരി പ്രയാസമുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ തദ് വിഷ്ണുപദമാഹോ എന്ന് ചില പാഠങ്ങളിൽ പാഠഭേദം ഉണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. ഒരു വാചകത്തെക്കുറിച്ച്. ഇനി അടുത്തത് പഠിക്കാം. എത്തദ് വിഷ്ണുപദമാഹോ യത്ര ഹവ വീരവ്രത ഔത്താനപാതി പരമഭാഗവതോസ്മത്. അവിടം വരെ വായിക്കണം. പരമഭാഗവതോസ്മത് കോമകുലദേവതാചരണാരവിന്ദോദകമിതി യാമനുസവനം ഉത്കൃഷ്യമാണ യാമനുസവനം എന്നാക്കുക. പിന്നെ വെട്ടിട്ട് ഉത്കൃഷ്യമാണ ഭഗവത് ഭക്തി യോഗേന. ഇപ്പം നിങ്ങൾ തിരുത്തിയാലേ നിങ്ങൾക്ക് തിരുത്തി വായിക്കാൻ പറ്റത്തുള്ളൂ. തിരുത്തി തന്നെ വായിച്ചാൽ മതി. പിന്നെ നമുക്ക് സ്പീഡിൽ വായിക്കണമെന്നുണ്ടെങ്കിൽ അത് വായിച്ച് പരിചയിച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വെട്ടിട്ട് യാമനുസവനമുത്കൃഷ്യമാണ ഭഗവത് ഭക്തി യോഗേന എന്ന് വായിക്കാം. അല്ലാത്തടത്തോളം നിങ്ങൾ അങ്ങനെ തന്നെ വായിച്ചാൽ മതി. അപ്പം നിങ്ങൾ പതുക്കെ വായിക്കാമെന്നായി കഴിയുമ്പോൾ റബ്ബർ കൊണ്ടത് തൂത്ത് കളയുക. ഭഗവത് ഭക്തി യോഗേന ദൃഢം ക്ലിദ്യമാന എന്നിട്ട് അന്തർഹൃദയ അല്ലെങ്കിൽ ക്ലിദ്യമാന അന്തർഹൃദയ എന്ന് വായിക്കാം. ക്ലിദ്യമാന അന്തർഹൃദയ ഔത്കണ്ഠ്യ വിവശാമീലിത ഔത്കണ്ഠ്യ വിവശാമീലിത ലോചനയുഗള കുട്മള വികളിതാമല കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ബാഷ്പകലയാ അഭിവ്യജ്യമാന ഇതെന്തെങ്കിലും തിരുത്തൽ വരുവാണെങ്കിൽ ഞാൻ പറയാമേ. ഒത്തിരി നമ്മളിങ്ങനെ പിരിക്കാതെ വായിക്കാൻ പറ്റുമോ എന്ന്. വികളിത അഭിവ്യജ്യമാന രോമപുളക കുളകോധുനാഭി പരമാദരേണ ശിരസാ ബിഭർത്തി. പരമാദരേണ വളരെ ആദരവോടുകൂടി ശിരസ് കൊണ്ട് ധരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ ഭഗവാൻ മഹാദേവൻ. എത്തത് വിഷ്ണു എത്ര ഭാവ ഏതൊരു സ്ഥാനത്തിൽ വീരവ്രത ധീരമായ വ്രതത്തോടു കൂടിയ ഉത്താനപാത പുത്രൻ, അതായത് ധ്രുവൻ, പരമഭാഗവത ഭക്തനായ അസ്മത് കുലദേവത പരമഭാഗവത. ഉണ്ടോ? അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാനത് ഒന്ന് സൂചിപ്പിക്കാനായിട്ട് പറയുന്ന. പരമഭാഗവതോസ്മതെന്ന് ഒരു രീതിയിൽ വായിക്കാം. നമുക്ക് ഈ പ്രസ്ലേഷൻ കോഡ് ഒന്നിച്ച് ചേർത്ത് അവിടെ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. ഇന്ന് നമുക്ക് സപ്താഹം നടന്നെടുത്ത ഒരു പാരായണം നടത്തിയ ഒരാൾ, ആചാര്യനല്ലാത്ത മറ്റൊരാൾ വായിച്ചപ്പോൾ അദ്ദേഹം എല്ലാത്തിനും ചേർക്കുന്നുണ്ട്. പക്ഷേ അവിടെ ചേർക്കുമ്പോൾ പരമഭാഗവതോ അസ്മതെന്ന് വായിക്കാൻ പറ്റില്ല. പരമഭാഗവത അസ്മത്, അതാണ് പരമഭാഗവതോസ്മതായത്. മനസ്സിലായോ? അദ്ദേഹം വായിക്കുമ്പോഴെപ്പോഴും പരമഭാഗവതോ അസ്മതെന്നാണ് വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമുക്ക് എപ്പോഴും നമ്മൾ ഓർക്കുന്നത് വായിക്കുന്നത് ശരിയായിരിക്കും. പക്ഷേ അങ്ങനെ ഓർക്കരുത്. നമ്മൾ ഏതെങ്കിലും ഗ്രന്ഥത്തെ ആശ്രയിച്ച് പുസ്തകത്തിൽ തിരുത്തുകൾ ഒക്കെ ചെയ്യാവുള്ള അത് എന്തെങ്കിലും ഒരു പ്രമാണം വേണം അതിന്. ഇന്ന രീതിയിൽ അപ്പം നല്ല പണ്ഡിതന്മാരാൽ വ്യാഖ്യാനിക്കപ്പെട്ട പുസ്തകങ്ങളുടെ, ഞാനൊരു പുസ്തകം എന്ന് പറയുകയില്ല, ഞാൻ ഫോളോ ചെയ്യുന്ന അങ്ങനെയാണ്. പുസ്തകങ്ങളുടെ നമ്മൾ 2-3 എണ്ണം റെഫർ ചെയ്തതിന് ശേഷം ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം നമ്മളിത് സകലതും അറിഞ്ഞവരൊന്നും അല്ല. ഇത് കവിത എഴുതാനോ ഇതൊന്നും അതിൻ്റെ ശാസ്ത്രം പഠിച്ചവരോ പിന്നെ ഗ്രാമർ പഠിച്ചവരോ ഒന്നും അല്ല. അപ്പം നമുക്ക് തെറ്റുകളുണ്ടാകാം. അതുണ്ടാകാതിരിക്കാൻ അറിവുള്ളവരുടെ കാര്യങ്ങളെ ആശ്രയിക്കണം. നമുക്ക് പോയി ചോദിക്കാൻ എപ്പോഴും സംശയം ചോദിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പം ഞാൻ പുസ്തകങ്ങളെ ആശ്രയിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഓരോ ഇതിലെഴുതി. പിന്നെ മണിച്ചേച്ചിയെ പോലുള്ളവരുടെ നിന്ന് ഒരുപാട് അറിവുകൾ വന്നിട്ട് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ തന്നെ ഒരു കാര്യം 1-2 പ്രാവശ്യം ഒരു പ്രത്യേക കാര്യം പറഞ്ഞെന്നാൽ ഞാനത് ഓർത്തിരിക്കാറുണ്ട്. അതൊരു ഇപ്പോഴത്തെ ഓർമ്മയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി അറിയാൻ മേലെ കുറേ കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ
പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കാര്യം. സ്വാമിജി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത്. ഈ ആകാരം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രശ്ലേഷം ഇട്ട് വെച്ചിരിക്കുന്നത്, അവിടെ പറയണ്ടെന്ന്. അല്ല, അഥവാ പറയണമെങ്കിൽ അവിടെ പരമഭാഗവത അസ്മതെന്ന് പറയണം. പരമഭാഗവതോ അസ്മതെന്ന് പറയുന്നത് തെറ്റാണ്. പരമഭാഗവത അസ്മത് കുലദേവത ചരണാരവിന്ദോദകമിതി. അപ്പം നിങ്ങൾ അത് അങ്ങനെ വായിക്കണ്ട, പരമഭാഗവതോസ്മത് എന്ന് വരെ വായിക്കുക. എന്നിട്ട് കുലദേവത ചരണാരവിന്ദോദകമിതി എന്ന് വായിച്ചാൽ മതി. അസ്മത് കുലദേവത ചരണാരവിന്ദോദകം അനുസവനം തോതകമിതി യാം അനുസവനം ഉത്കൃഷ്യമാണ ഭക്തിയോഗേന ദൃഢം ക്ലിദ്യമാന അന്തർഹൃദയ ഔത്കണ്ഠ്യ വിവശാമീലിതലോചനയുഗള കുട്മള വികളിത അമല ബാഷ്പകലയാഭിവ്യജ്യമാന രോമപുളക കുളകോധുനാഭി. കണ്ടോ, കുളക അധുനാഭിയ, കുളകോധുനാഭിയായതല്ലത്, കുളകോ അധുനാഭി അല്ലത്, കുളകോധുനാഭി. ഒന്നിച്ച് വായിക്കുക. പരമാദരേണ ശിരസ ബിഭർത്തി. അങ്ങനെ ഉത്കൃഷ്ടമായ ആ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് ദൃഢം ക്ലിദ്യമാന അന്തർഹൃദയ, ശക്തിയോടുകൂടി വളരെ ഹൃദയാന്തർഭാഗത്ത് വളരെ ആർദ്രമായിരിക്കുന്ന മനസ്സോട് ഔത്കണ്ഠ നിമിത്തം വിവശ പരാധീനമായിട്ടും ആമീലിത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അടയ്ക്കാത്ത, കുറച്ച് അടച്ച പകുതി അടച്ചിരിക്കുന്ന ലോചന യുഗള കുട്മള, രണ്ടെണ്ണം യുഗളം എന്ന് പറഞ്ഞാൽ രണ്ട് നേത്രങ്ങളാകുന്ന താമരമൊട്ടിൽ നിന്ന് വികളിത ഒഴുകിയ അമല ബാഷ്പകലയ, വികലിത എന്നുണ്ടോ, വിവശാമീലിത യോജന യുഗള കുട്മള വികളിത കഴിഞ്ഞിട്ട് ആമലയല്ല അമല ബാഷ്പകല. ആ ആയിക്കാണ് അവിടെ ദീർഘ വിട്ടു വച്ചിരിക്കുന്നത്. വികളിത അമല ബാഷ്പകലയാഭിവ്യജ്യമാന രോമ പുളക കുളകോധുനാഭി അധുനാഭി. അതാണ്, അത്രയേ ഉള്ളൂ. ആഹോ വിഷ്ണുപദം എന്ന് പറയുന്നു. ആദ്യം ഗംഗ ബ്രഹ്മത്തിൻ്റെ അണ്ടകടാഹത്തിൽ നിന്ന് ആദ്യം ഗംഗ അവതരിച്ച ആ സ്ഥാനത്തിന് ധ്രുവലോകമെന്നാണ് പേര്. അതിനെ വിഷ്ണുപദം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വസിക്കുന്നത് ആ വീരവ്രതനായ ധ്രുവൻ ഗംഗാജലത്തെ ഭക്തിയോടും ആദരവോടും കൂടി ശിരസിൽ ഇപ്പോഴും ധരിക്കുന്നു. ധ്രുവൻ പരമഭക്തനായതുകൊണ്ട് ഭഗവാന്റെ പാദപങ്കജ സ്പർശം നിമിത്തം ഗംഗോദകത്തെ പരമഭക്തിയോടുകൂടി പ്രദക്ഷിണ എല്ലാ ദിവസവും എപ്പോഴും അധികരിച്ചു വരുന്ന ഭക്തിയോടെ 3 സന്ധ്യകളിലും സ്പർശിക്കുന്നത് കൊണ്ട് ധ്രുവൻ ഹൃദയം ദ്രവീകരിക്കുകയും രോമാഞ്ചമുണ്ടാകുകയും ചെയ്യുന്നു. നമുക്ക് ഭക്തിയൊക്കെ വരുമ്പോൾ അങ്ങനെ നമുക്ക് രോമം എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ തോന്നില്ല. അതുപോലെ ഭഗവാനിലുള്ള ആ പരമമായ സ്നേഹം കൊണ്ട് ആ നേത്രങ്ങളെ അടയ്ക്കുന്നു ധ്രുവൻ. അതിൽ നിന്നൊഴുകുന്ന ബാഷ്പത്താൽ ശരീരം നനയ്ക്കപ്പെടുകയും ചെയ്യുന്നു. ആരുടെ? ധ്രുവൻ്റെ ആ ധ്രുവപദം, നമ്മൾ ധ്രുവ നക്ഷത്രം കാണില്ലേ, അവിടെ നിന്നാണത്രേ ഗംഗ ആദ്യമേ പുറപ്പെടുന്നത്. സപ്ത ഋഷയഃ തത്പ്രഭാവാഭിജ്ഞാം അതിൻ്റെ അഭിജ്ഞ പ്രാധാന്യത്തെ അറിയുന്ന, മഹാത്മ്യത്തെ അറിയുന്ന യാം നനു തപസ ആത്യന്തികി സിദ്ധിരേതാവതി. ഭഗവതി സർവാത്മനി വാസുദേവേനുപരത ഭക്തിയോഗ ലാഭേന ഐവോപേക്ഷിതാന്യാർത്ഥാത്മഗതയോ. ഉപേക്ഷിത അന്യാർത്ഥമഗതയ, ഉപേക്ഷിക്കപ്പെട്ട, ഉപേക്ഷിതാണ്. വാസുദേവേനുപരത ഭക്തിയോഗേ ലാഭേനൈവ
ഉപേക്ഷിതാന്യത. ഒന്നിച്ച വാസുദേവേ ഒന്നുകൂടെ വായിക്കാമേ. വാസുദേവേനു പരത ഭക്തിയോഗ ലാഭേന ഏവ ഉപേക്ഷിതാനാന്ന ഭക്തിയോഗേന ഏവ ഉപേക്ഷിതാന്യാർത്ഥ ആത്മഗതയോ. അവിടെ 2-3 പിരിവ് വന്നിട്ടുണ്ട്. അത് നിങ്ങളത് ചെയ്തേ മതിയാവും, ഒന്നിച്ച് വായിക്കാൻ പറ്റത്തില്ല. വാസുദേവേനു പരത വരെ പറയാമല്ലോ. ഭക്തിയോഗ ലാഭേന ഏവ ഉപേക്ഷിതാന്യാർത്ഥ ആത്മഗതയോ. ഉപേക്ഷിതാന്യാർത്ഥ അവിടം വരെ വായിക്കുക. യോഗലാഭേന ഇവ ഉപേക്ഷിതാന്യാണ്. ഏവ പ്രാപ്തിയ ഉപേക്ഷിതാന്യാർത്ഥ ആത്മകഥയ. ഏവ ഉപേക്ഷിത അതായിരിക്കും ശരി. ഏവ ഉപേക്ഷിത. യോഗലാഭേന ഏവ ഉപേക്ഷിതാന്യ. കേട്ടോ, ഒന്നുകൂടെ പറയാം. ഭക്തിയോഗലാഭേന ഏവ അർത്ഥാത്മഗതയോ മുക്തിം ഇവാഗത മുമുക്ഷവ ഇവ സബഹുമാനമദ്യാപി ജഡാജൂഡൈര് ഉദ്വഹന്തി. ജൂഡൈരെന്ന ജൂതീട്ടുണ്ട് കേട്ടോ. ജഡാജൂഡൈര് അല്ലെങ്കിൽ അവിടെ വരെ മാത്രയും വ്യത്യാസം വരും. ഗദ്യമാണെങ്കിൽ പോലും അവിടെ ഒരു വായിക്കുമ്പോൾ ഒരു ഉളുക്ക് വരുന്നുണ്ട്. ജഡാജൂഡൈര് ഉദ്വഹന്തി ആ വാക്കാണ് നമുക്കൊന്നുകൂടെ കിട്ടാനുള്ളത്. മുകളിലത്തെ വാസുദേവേനു പരത ഭക്തിയോഗ ലാഭേന ഏവ ഉപേക്ഷിതാന്യാർത്ഥാത്മഗതയോ. ഉപേക്ഷിതാന്യാർത്ഥാത്മഗതയ തപസിദ്ധി ഏതാവതീതി മുക്തിം ഇവ ആഗത മുമുക്ഷവ ഇവ സബഹുമാനദ്യാപി ജഡാജൂഡൈര് ഉദ്വഹന്തി. ആത്യന്തികീ സിദ്ധി ഏതാവതി ഇതി. ഏതാവതി ഭഗവതി സിദ്ധിരേതാവതി ഏറ്റവും ആദ്യത്തേതാ. ഇതി ആത്യന്തികി മുമുക്ഷവ മോക്ഷം ആഗ്രഹിക്കുന്ന ആഗതാം സമീപത്ത് മൂർത്തിമതിയായി വന്നിരിക്കുന്ന മുക്തിമിവ മുക്തിയെ ജഡാകലാപങ്ങൾ കൊണ്ട് സബഹുമാനം അദ്യാപി ഉദ്വഹന്തി. സബഹുമാനം അദ്യാപി ജഡാജൂഡൈര് ഉദ്വഹന്തി മുമുക്ഷവ മുക്തിം ഇവാഗതാം. എല്ലാം കിട്ടിയല്ലോ. ആ വാക്കുകളെല്ലാം ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വാക്കുകൾ പറയുന്നത് തിരിച്ച് പറഞ്ഞോളുക. അത്രയേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് താഴത്ത് ഗംഗയുടെ മഹാത്മ്യം അറിയുന്ന സപ്തഋഷിയ ഭഗവതി ഐശ്വര്യപൂർണനും, ഭഗവതി എന്ന് വെച്ചാൽ ദേവിയെക്കുറിച്ചല്ല, ഭഗവാനിൽ എന്നുള്ള ഐശ്വര്യപൂർണനും സർവാത്മനി പൂർണ്ണനായിട്ടുള്ള ഭഗം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഭഗവതി ഐശ്വര്യമുള്ളവൻ, ആത്മനി സർവാത്മനി എല്ലാവരിലും ആത്മാവായിരിക്കുന്ന ഭഗവാനാണല്ലോ എല്ലാ ആത്മാ. നമ്മൾ പറയുന്ന ബ്രഹ്മം ഒക്കെ ഒന്നാണ്. വാസുദേവനിൽ അനുപരത ഭക്തിയോഗ ലാഭേന അനുപരത ഉണ്ടോ? വാസുദേവ അനുപരത ഭക്തിയോഗ ലാഭേന ഒന്ന് ചോദിച്ചാൽ മതി. വാസുദേവേനുപരത ഭക്തിയോഗ ലാഭേന ഏവ ഉപേക്ഷിതാന്യാർത്ഥാത്മഗതയോ എന്നാണ്. ഭക്തിയോഗത്തിൻ്റെ പ്രാപ്തി ഉപേക്ഷിതാനി ഏവ നിരന്തരം വർദ്ധിച്ച ഭക്തിയോടുകൂടി ഉപേക്ഷിതാന്യാർത്ഥാത്മഗതയ വേണ്ടെന്ന് വെച്ച പല വസ്തുക്കളോടും ആത്മജ്ഞാനത്തോടും കൂടിയവരായിട്ട് തപസ്സിൻ്റെ ആത്യന്തികീ സിദ്ധി അനശ്വര ഫലപ്രാപ്തി ഏതാവതി ഇതി. ആദ്യത്തെ ഭാഗം അവിടെ ഇത്രമാത്രം തന്നെ എന്നുള്ള ആ ഭാവത്തോടുകൂടി മോക്ഷം ആഗ്രഹിക്കുന്നവർ സമീപത്ത് മൂർത്തിമതിയായി വന്നിരിക്കുന്ന മുക്തിയെ അടുത്ത് വന്നിട്ടുണ്ട്. മുക്തി നമ്മുടെ ജഡാകലാപങ്ങൾ കൊണ്ട് ബഹുമാനത്തോടുകൂടി അതിനെ ഉദ്വഹിക്കുന്നു.
അതൊത്തിരി ഒന്നും നമുക്ക് പറയാനില്ല, ഇതിങ്ങനെ പറഞ്ഞാൽ മതി. അതിനകത്ത് അർത്ഥമൊന്നും പറഞ്ഞിട്ട് വേറെ ഒന്നും പറയാനില്ല. ധ്രുവൻ്റെ മണ്ഡലത്തിൻ്റെ താഴെ ആഗമിച്ച ആ ഗംഗയെ അതിൻ്റെ സപ്തർഷികൾ ഇപ്പോഴും ബഹുമാനപൂർവ്വം ആ ജടാഭാരത്താൽ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർക്ക് മുക്തിയെ എന്ന പോലെ വഹിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയുന്നുള്ളൂ. 4 തതോനേക സഹസ്രകോടി വിമാനാനീക സങ്കുല ദേവയാനേന അവതരന്തി ഇന്ദുമണ്ഡലമാവാര്യ ബ്രഹ്മസദനെ നിപതതി. തതയെന്നേ ഉള്ളൂ, തതോ അനേക എന്ന് വായിക്കരുത്. തത അനേക എന്ന് വായിച്ചാൽ കുഴപ്പമില്ല. തതോനേക നിർത്തുക. എന്നിട്ട് സഹസ്രകോടി, അനേക സഹസ്രകോടി, അനേക സഹസ്രകോടി വിമാനാനീക എന്നതാ. സഹസ്രകോടി വിമാനാനീക സങ്കുല ദേവയാനേന അങ്ങനെ തന്നെ വായിച്ചു. ദേവയാനേന. പിന്നെ ദേവയാനേന അവതരന്തി എന്നുള്ളതിൻ്റെ ന്യായിക്ക് നീട്ടില്ലേ, 2ാമത്തെ ന്യായിക്ക്, അതങ്ങ് വെട്ടിയിട്ട് അവിടെ ആ എഴുതുക. അവതരന്തീന്ദുമണ്ഡലം ആവാര്യ, ഇന്ദുമണ്ഡലം എന്ന് കണ്ണ് എഴുതുക. എന്നിട്ട് മാ വെട്ടിയിട്ട് ആവാര്യ ബ്രഹ്മസദനെ നിപതതി. ഇന്ദുമണ്ഡലത്തിൽ കൂടി ഗംഗാനദി മേരുമൂർത്ത ബ്രഹ്മപുരിയിലേക്ക് എത്തുന്നു. പിന്നെ തത്ര ചതുർധാ ഭിദ്യമാന ചതുർഭിർ നാമഭി ചതുർദിശം അഭിസ്പന്ദന്തി നദനദീപതിം ഏവ അഭിനിവിശതി സീതാ അളകനന്ദ ചക്ഷുർഭദ്രേതി. അവിടെ അത് 4 പിരിയുന്നു. ഏതൊക്കെയായിട്ട്? സീത, അളകനന്ദ, ചക്ഷുസ, ഭദ്ര ഇതി. അത് 4 ഉണ്ട്. അപ്പോൾ ഓർത്തോണം, 4 പേരുകളാണ്. സീത, അളകനന്ദ, ചക്ഷു, ഭദ്ര ഇതി. ചക്ഷുസ, ഭദ്ര, അങ്ങനെ 4 പിരിവുകളിൽ ആണ് ഓരോ പേരുകൾ. സമുദ്രത്തിലെക്കുറിച്ച് അങ്ങോട്ട് സമുദ്രത്തിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയായിട്ട് തിരിയുന്നെന്നാണ് പറയുന്നത്. ഓരോ ഭാഗത്തും ഗംഗയ്ക്ക് ഓരോ പേരാണ്. ഗംഗയുടെ ഒരുപാട് പര്യായങ്ങളുണ്ട്. ഇതൊക്കെയാണ്. തത്ര ചതുർധ, അവിടെ 4 വേർപിരിഞ്ഞിട്ട് ചതുർഭി നാമഭി 4 നാമങ്ങളോടുകൂടി ചതുർദിശ 4 ഭാഗത്തേക്ക് അഭിസ്പന്ദന്തി നദീം പതിമേവ അഭിനിവിശതി. ചതുർഭിർ ചതുർദിശം അഭിസ്പന്ദന്തി. അഭിസ്പന്ദന്തി ആവാക്കാം. ചതുർദിശം 4 വശത്തേക്ക് അഭിസ്പന്ദന്തി നദനദീപതിം ഏവ അഭിനിവിശതി. നദനദീപതിം കണ്ടു. നദനദീപതിം പിന്നെ ഏവ നദനദീപതിമേവ. ആ വായുടെ നീട്ടിൻ്റെ അവിടെ ആ വായുടെ നീട്ട് വെട്ടിയിട്ട് ആക്കുക. അവിടെ അഭിനിവിശതി എന്നാക്കുക. എന്നിട്ട് ആ വായുടെ അവിടെ കോമ ഇടുക. നദനദീപതിമേവ അഭിനിവിശതി. നദനദീപതിമേവ അഭിനിവിശതി. അഭിനിവിശതി. സീത അളകനന്ദ ചക്ഷുർഭദ്രേതി. സീതാതു ബ്രഹ്മസദനാത് കേസരാചലാദിഗിരി ശിഖരേഭ്യോധോധ പ്രസ്രവന്തി ഗന്ധമാദനമൂർധസു പതിത്വ അന്തരേണ ഭദ്രാശ്വവർഷം പ്രാച്യാം ദിശി ക്ഷാരസമുദ്രം പ്രവിശതി. അവിടെ സീത, സീതയാകട്ടെ ബ്രഹ്മസദനാത് ബ്രഹ്മപുരത്തിൽ നിന്ന് കേസരാചലാദിഗിരി ശിഖരേഭ്യ അവിടെ വരെ കേസരാചലാദിഗിരി ശിഖരേഭ്യ എന്ന് തന്നെ വായിക്കുക കേട്ടോ. എന്നിട്ടത് അധോധ എന്ന് വായിക്കുക. അധോധ
താഴത്തായിട്ട് ഓരോ പടിപടിയായിട്ട് ശിഖരേഭ്യ അധോധ പ്രസ്രവന്തി ഗന്ധമാദനമൂർധസു പതിത്വാന്തരേണ ഭദ്രാശോവർഷം പ്രാച്യാം ദിശി ക്ഷാരസമുദ്രം അഭിപ്രവിശതി. ക്ഷാരസമുദ്രം, ഉപ്പുകടലിൽ ക്ഷാരസമുദ്രം അഭിപ്രവിശതി. അത് വായിക്കുന്ന പോലെ അങ്ങ് വായിച്ച് ഇത് ആക്കിയാൽ മതി. ഇതിന് അർത്ഥമൊന്നുമില്ല. ആ പേരുകളും സ്ഥലങ്ങളുടെ പേരുകളും ഒക്കെയാണ്, വരുന്ന വഴിയും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 7 ഏവം മാല്യവത് ശിഖരാത് നിഷ്പതന്തി. ഏവം മാല്യവത് ശിഖരാത് നിഷ്പതന്തി. അങ്ങനെ തന്നെ വായിച്ചോളൂ കേട്ടോ, ഒന്നിച്ച് വായിക്കാൻ നിൽക്കണ്ട. ഏവം മാല്യവത് ശിഖരാത് നിഷ്പതന്തി തതോനുപരത വേഗ. തഥ അനുപരത വേഗ എന്ന വാക്ക്. തതോനുപരത വേഗ കേതുമാലമഭി. ഒന്നും തിരുത്താനില്ല. ചക്ഷു പ്രതീച്യാം ദിശി സരിത്പതിം പ്രവിശതി. അത്രയേ ഉള്ളൂ. പിന്നെ 8 ഭദ്രാചോത്തരതോ. ഉത്തരതോ എന്ന വാക്ക്. ഭദ്രാചോത്തരതോ എന്ന് വായിച്ചോളുക. ഭദ്രാചോത്തരതോ മേരുശിരസോ നിപതിത ഗിരിശിഖരാത് കോമ ഗിരിശിഖരമതിഹായ കോമ ശൃംഗവത ശൃംഗാദവസ്യന്തമാന ഉത്തരാംസ്തു കണ്ടോ, അത് എഴുതിയല്ലോ. ഗുരൂനഭിത ഉദീച്യാം ദിശി ജലധിം അഭിപ്രവിശതി. ജലധിം പ്രവിശതി എന്ന് ഞാക്കുക കേട്ടോ. ഉദീച്യാം ദിശി പോക്കുന്ന വഴികളാണ്, തിരിഞ്ഞു പോകുന്നെന്ന്. ഭദ്രാച ഉത്തരതോ. മേരുശിരസിൻ്റെ വടക്ക് നിന്ന്. ഉത്തരതോ മേരുശിരസ് എന്ന് പറഞ്ഞൊരു പർവ്വതമാണ്. ഭദ്ര എന്ന നദി മേരുശിരസ ഉത്തരതോ നിപതിത ഗിരിശിഖരാത് ഗിരിശിഖരമതിഹായ ശൃംഗവത ശൃംഗാദവസ്യന്തമാന ഉത്തരാംസ്തു കുരൂനഭിത ഉദീച്യാം ദിശി ജലധിം അഭിപ്രവിശതി. 9 തഥൈവ അളകനന്ദ. തഥ ഏവ അളകനന്ദയാണ് തഥൈവ അളകനന്ദ നായത്. തഥാ ഇവ അളകനന്ദ ഒന്നിച്ച് വായിച്ചാൽ മതി. ദക്ഷിണേന ബ്രഹ്മസദനാത് ബഹൂനി ഗിരികൂടാനി അതിക്രമ്യ. അതങ്ങനെ തന്നെ വായിച്ചോ കേട്ടോ. ഗിരികൂടാനി എന്ന് വായിച്ചോ. ഗിരികൂടാനി അതിക്രമ്യ എന്ന് വായിച്ചാലും തെറ്റൊന്നുമില്ല, വായിക്കാൻ പറ്റുമെങ്കിൽ. ബ്രഹ്മസദനാത് ബഹൂനി ഗിരികൂടാനി അതിക്രമ്യ ഹൈമകൂടാത് ഹൈമകൂടാനിയാണ് ധൈ ആയിട്ട് വന്നവിടെ. നമ്മൾ പണ്ട് പിരിച്ചെഴുതുന്ന പഠിച്ചിട്ടില്ല, അതിനകത്ത് സംസ്കൃതത്തിലേത് ഇങ്ങനെയൊക്കെയാണ്. ഹേമകൂടാത് ഹൈമകൂടാനി, അവിടെ ധ വന്നു. അപ്പം കൂടാനി അതിരഭസതര. കൂടാനി എന്ന് വാക്കണം കേട്ടോ. എന്നിട്ട് അതിരഭസതര കോമ രംഹസ ലുഢയന്തി ഭാരതം അഭി വർഷം ദക്ഷിണസ്യാം ദിശി ലലധിം ആക്കുക. പിന്നെ മാ വെട്ടിയിട്ട് അഭിപ്രവിശതി. ഇത്രയേ ഉള്ളൂ. 10 യസ്യാം സ്നാനാർത്ഥം ചാഗച്ഛത പുംസ പദേ പദേശ്വമേധരാജസൂയാദീനാം ഫലം ന ദുർലഭമിതി. യസ്യാം സ്നാനാർത്ഥം കുളിക്കുന്നതിനായിട്ട് ആഗച്ഛത പുംസ വരുന്ന മനുഷ്യൻ്റെ പദത്തിൽ നിന്ന് അശ്വമേധരാജസൂയാദീനാം അശ്വമേധൻ രാജസൂയം മുതലായവ 2 ഫലം ന ദുർലഭം ഇതി ഫലം ദുർലഭമാണ്.